എവ്രിവൺ. മ്യൂണിക്കിൽ ഫ്രൂലിങ്സ് ഫെസ്റ്റ് വന്നു, അതായത് സ്പ്രിംഗ് ഫെസ്റ്റിവൽ. ഇന്ന് ഞാനും DJ മാത്രമല്ല, ബാക്കി 3 പേരും കൂടെ ഉണ്ട്. ഞാൻ അവരിപ്പോൾ കാണിച്ചു തരാം. ഓൾസോ നമുക്ക് ഫ്രൂലിങ്സ് ഫെസ്റ്റ് മൊത്തം ചുറ്റിക്കാണാം. റെഡി? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 ഗസ്റ്റ്സ് ഉണ്ട്. ഒന്ന് ചേട്ടായി, പിന്നെ ഇത് ചിഞ്ചു, ആൽബിൻ. ഇത് ആൽബിനും ചിഞ്ചു ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വന്നതാണ്, എൻ്റെ കസിൻസ് ആണ്. എൻട്രി ചെയ്ത് പാടെ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഹാർട്ട് ഷേപ്പിലുള്ള സെറ്റപ്പും പിന്നെ പുറകിലുള്ള വലിയ ജയൻറ്റ് വീലുമൊക്കെ. മ്യൂണിക്കൽ ഫ്രൂലിങ്സ് ഫെസ്റ്റ് എല്ലാ ഏപ്രിൽ മെയ് ടൈമിലായിട്ട് വരുന്നത്. ഒരു മിഡ് ഏപ്രിൽ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മെയ് ഫസ്റ്റ് വീക്ക് വരെയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത വെയിലുള്ള ദിവസങ്ങളുമുണ്ട്, മഴയുള്ള ദിവസങ്ങളുമുണ്ട്. ലക്കിലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് 2ാമത്തെ ദിവസം തന്നെയാണ് പോയത്. അതുകൊണ്ട് നല്ലൊരു വെതർ കണ്ടീഷനിലും പോകാൻ പറ്റി. നല്ല റഷ് ഉണ്ടായിരുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ഫ്രഷ് ആയിരുന്നു. ടീച്ചറിനെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നും. ഞാൻ കറങ്ങാൻ പറഞ്ഞു, പാവം അവൻ കറങ്ങുന്നുണ്ട് കൂടെ. നിനക്ക് ഈ സാധനത്തിൽ കയറാൻ ധൈര്യമുണ്ടോ? ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ തെറ്റാട്ടോ. ഞാൻ ഈ സാധനത്തിലല്ല കയറിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതേ ഹൈറ്റിൽ മുകളിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഊഞ്ഞാലാടുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അതിലാണ് ഞാൻ പണ്ട് കയറിയിട്ടുള്ളത്. ഇതിങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് വരും. അത് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോഷൻ സിക്നസ് ഉണ്ട്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലകറങ്ങും. അപ്പം ഫ്രൂലിങ്സ് ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ കാണുന്ന വിഷ്വൽസൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. ഈ സാധനം എന്താ പെട്ടെന്ന് ഇങ്ങനെ താഴെ വരുന്ന കാണാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ റിയൽ ഓഡിയോ വെക്കണമെന്നുണ്ട്. അത് പക്ഷേ ഭയങ്കര നോയ്സിയാണ്, നിങ്ങൾ തന്നെ കേട്ടല്ലോ. ഇതുപോലെ ഒരുപാട് ഗെയിംസും അതും ഇതും കളിക്കാൻ വേണ്ടിയുള്ള കുറേ സ്റ്റോൾസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് നട്ട്സാണ്. അത് മൊത്തം ഇങ്ങനെ ചോക്ലേറ്റിലൊക്കെ ക്യാരമലൈസൊക്കെ ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇതൊക്കെ കുറച്ചിങ്ങനെ നടക്കാൻ നല്ലതാണ്. പിന്നെ ഈ കാണുന്നത് ആപ്പിളാന്ന് തോന്നുന്നു. പിന്നെ ഈ സംഭവം, ഈ ഹാർട്ട് ഷേപ്പിലുള്ള ജിഞ്ചർ ബ്രെഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ പൊതുവെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ വാങ്ങി കഴുത്തിലിട്ട് കൊടുക്കും. അതിൽ പ്രിൻസസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രിൻസസ്, യു ആർ മൈ ക്വീൻ, ഐ ലവ് യു, അങ്ങനെ ഇങ്ങനെ പല ഷേപ്പിൽ പല സാധനങ്ങൾ കാണാൻ പറ്റും. എനിക്ക് കഴിഞ്ഞ വർഷം DJ യു ആർ മൈ പ്രിൻസസ് എന്നുള്ളത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ ആൽബിനെയും ചിഞ്ചുവിനെയും മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരൊരു ഐ ലവ് യു വാങ്ങാനുള്ള പ്ലാനിലാണ്. അത് വാങ്ങി അങ്ങനെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കും. പെണ്ണുങ്ങൾ പൊതുവെ എപ്പോഴും അത് കഴുത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാണാം. നല്ല രസമാണ്. ഇത് ഹാഫ് ഡിഷ് ലീബാണ്. ഇട്ടോ ഇതാണ് സാധനം. ഐ ലവ് യു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതുപോലെ ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ട് കാണാൻ വേണ്ടി. എല്ലാത്തിലൊന്നും കയറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പല വർഷങ്ങളിലായിട്ട് പല തവണയായിട്ട് ഇതിൽ വന്നിട്ട് പല കാര്യങ്ങളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ കയറാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ മോഷൻ സിക്നസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് തലങ്ങൾ കറങ്ങും. പിന്നെ ഈ ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ ഷുഗറിലൊക്കെ മുക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ കേട്ടോ. ഉള്ളിലെല്ലാം ബനാന, സ്ട്രോബെറി, ഗ്രേപ്സ്, ആപ്പിൾ, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. അത് വൈറ്റ് ചോക്ലേറ്റിലും ഡാർക്ക് ചോക്ലേറ്റിലും ഒക്കെ ഇങ്ങനെ മുക്കിയിട്ട് വെച്ചേക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണത്. പിന്നെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിപ്പ് ഈ ഒരു സ്പെഷ്യൽ ബവേരിയൻ സോസേജ് വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. യൂഷ്വലി ഫ്രൂലിങ്സ് ഫെസ്റ്റിന് വന്നാൽ എപ്പോഴും ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് മെയിൻ പരിപാടി. പിന്നെ ഇതൊരു ആഘോഷമാണ് എല്ലാവർക്കും. സ്പ്രിങ്ങിൻ്റെ ബുദ്ധിമുട്ടല്ല, വിൻ്ററിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രിങ് ഒക്കെ തുടങ്ങിയിട്ട് സന്തോഷം, വെട്ടവും വെളിച്ചവും വെയിലൊക്കെ വരുന്നതിൻ്റെ ഒരു ആഘോഷം. എല്ലാവരും ഈ ഒരു സമയമാകുമ്പോൾ ഇവിടെ കാണും. ഇവർക്ക് ബവേരിയൻ ഔട്ട്ഫിറ്റ് ഉണ്ട്. ആണുങ്ങൾക്കൊരു ലെതർ നിക്കറും പെണ്ണുങ്ങൾക്കൊരു ഔട്ട്ഫിറ്റും ഒക്കെ. അങ്ങനെ അവരതിട്ടിട്ടായിരിക്കും മിക്കവാറും വരുന്നത്. പിന്നെ ഒക്ടോബർ ഫെസ്റ്റ് പോലെ അല്ല, ഫ്രൂലിങ്സ് ഫെസ്റ്റിൻ്റെ ബിയർ ടെൻറ്റുകൾ ഭയങ്കര കുറവാണ്. 2-3 മറ്റേ ഒക്ടോബർ ഫെസ്റ്റിനുള്ള പോലത്തെ ടെൻറ്റേ ഇവിടെ ഇല്ല. ചെറിയ ടെൻസ് മാത്രമേ ഉള്ളത്. ഇത് കണ്ടില്ലേ, എല്ലാവരും ഇങ്ങനെ കയറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ജയൻറ്റ് വീലിൽ കയറിയാൽ ആ വ്യൂ നല്ലപോലെ കാണാൻ പറ്റും.
പിന്നെ അടുത്തതായിട്ട് കഴിക്കാൻ ഫ്രോസൺ യോഗേർട്ടും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. ഇത് യോഗേർട്ട് ബേസിക്കലി ഫ്രീസ് ചെയ്തേക്കുന്ന. പിന്നെ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഒന്ന് ഷൂട്ടിംഗ് ആണ്. DJക്ക് അത്യാവശ്യം നല്ലൊരു ടാലൻറ്റും ഉണ്ട്. എല്ലാ തവണയും ഇവൻ ഇത് കളിച്ചിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കുഞ്ഞി പാവയൊക്കെ ഗിഫ്റ്റ് വാങ്ങി തരാറുണ്ട്. ഇതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ സാധനമൊന്നും കിട്ടില്ല. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കുഞ്ഞി സ്റ്റഫ്ഡ് ടോയ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം കിട്ടും. DJ അത്യാവശ്യം ഒരു നേരം തീർക്കാൻ മാത്രം അവൻ കളിച്ചായിരുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ സാധനത്തിൽ നമുക്ക് 11 ബുള്ളറ്റ്സാണ് തരുന്നതെന്ന് തോന്നുന്നു. ആ 11 ബുള്ളറ്റ്സ് നമ്മൾ 10 രൂപ കൊടുക്കണം. അപ്പം പൈസ വെറുതെ കളഞ്ഞിങ്ങനെ ചുമ്മാ ചെയ്യാമെന്ന് മാത്രം ഒരു രസം. പിന്നെ DJയുടെ ശിക്ഷണത്തിൽ ചേട്ടായിയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൽബിനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിഞ്ചുവും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ചിഞ്ചുവിന് മാത്രമാണ് കിട്ടിയത്. ഞാൻ ട്രൈ ചെയ്തില്ല. എനിക്ക് ചിലപ്പം കിട്ടാറുണ്ട്, ചിലപ്പോൾ കിട്ടാറില്ല. പിന്നെ ഇവരൊക്കെ ട്രൈ ചെയ്യട്ടെന്ന് വിചാരിച്ചു. എനിക്കങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമില്ല. ചിഞ്ചുവിന് ഇപ്പം കിട്ടും, നിങ്ങൾ നോക്കിയാൽ മതി. DJ അതിൻ്റെ ട്രിക്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഗൺ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അവിടെയുള്ള ലേഡിയുടെ ഒക്കെ പെർമിഷൻ എടുത്തതിന് ശേഷമാണ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരൊറ്റ ഇത് മാത്രം ആയിരിക്കത്തില്ല കേട്ടോ ഉള്ളത്. ഇതുപോലത്തെ തന്നെ 3-4 സ്റ്റേഷൻസ് കാണും. 3-4 മേ ബി മോർ ദാൻ ദാറ്റ്. ഇതാ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഈ താഴെ കാണുന്ന കുഞ്ഞ് സ്റ്റഫ്ഡ് ടോയ്സ് ഏതെങ്കിലുമാണ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് സെലക്ട് ചെയ്യാം. ആൽബിനും ചിഞ്ചും കൂടി ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവർ ഫ്രാങ്ക്ഫർട്ടിലേക്ക് കൊണ്ടുപോയി, മ്യൂണിക്കിലെ ഫ്രൂലിങ്സ് ഫെസ്റ്റിൻ്റെ ഒരു മെമ്മറി ആയിട്ട്. പിന്നെ ഇത് അത്യാവശ്യം ക്ലൗഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ റഷും ഏകദേശം ഉച്ചയായതോടെ ആൾക്കാർ ഒത്തിരി പേര് വന്ന് നല്ലപോലെ തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന സാധനമൊക്കെ ലിറ്ററലി നമ്മളെ തലയും കുത്തിൽ കൊണ്ടുപോകും കേട്ടോ. ആൾക്കാർ എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അറിയില്ല. പൊതുവെ കുറേ ജർമ്മൻസൊക്കെ ഇതിന് മുകളിൽ നല്ലപോലെ ബിയർ കുടിച്ച്, ജർമ്മൻസ് നല്ല ഏത് നാട്ടിൽ നിന്ന് വന്ന മനുഷ്യന്മാരായാലും നല്ലപോലെ ബിയറൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറുക. അപ്പോൾ എനിക്ക് തോന്നും അതിൻ്റെയും കൂടെ കിക്കായിട്ട് ശരിക്കും ബുദ്ധിമുട്ടാവില്ലേന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ കാണുന്ന ഈ ഊഞ്ഞാൽ, ഇത് സിമ്പിളാണ്. അത്ര ഫ്ലോർ ഹൈറ്റിന് അത്ര മുകളിലോട്ടൊന്നുമല്ല. ആൽബിനും ചിഞ്ചിനെ അതിന് കയറാൻ വേണ്ടി പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവർക്ക് പേടിയുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാ അവർ കയറിയിട്ടുണ്ട്. ആൽബിന് ഇച്ചിരി പേടിയുണ്ടായിരുന്നു തോന്നുന്നു. ആൽബിനെ വെച്ച് നോക്കുമ്പോൾ ചിഞ്ചുവിന് കുറച്ചുകൂടി ധൈര്യം ഉണ്ടായിരുന്നു. ഇതാ ആൽബിൻ നമുക്ക് ഹായ് ഒക്കെ പറഞ്ഞിട്ട് മുകളിൽ കൂടെ കറങ്ങുന്നുണ്ട്. എന്നെ പറയാനുള്ളത് നിനക്ക് ഒറ്റയ്ക്ക് പറ. നിന്നെ പോലൊരാൾ എന്താ പുള്ളി എന്നെ പോലെയെന്ന്. എനിക്ക് അത്രയും ഭംഗിയുള്ള കണ്ണൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. എന്നെ പോലെ എന്ന് പറയുമ്പോൾ കണ്ണെങ്കിലും ആ കണ്ട സംഭവം ആക്ച്വലി ഒരു ഗോസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഇതാ DJ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ തള്ളി മാറ്റിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ആ ഗോസ്റ്റ് ഹൗസ് ആക്ച്വലി ഫണ്ണ്. ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തടത്തൊരു മനുഷ്യൻ നിൽക്കും. എന്നിട്ട് അവർ നമ്മളിങ്ങനെ തോണ്ടും. അപ്പോൾ ഭയങ്കര പേടിക്കും. ഞാനൊരു തവണ പേടിച്ചലറി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാണുന്നതും ഒരു ബിയർ ടെൻറ്റ് പോലത്തെ സെറ്റപ്പ്. ഇതിന് റൂഫൊക്കെ ഉണ്ട്. മുന്നിലത്തെ ക്യൂ കാണുന്നുണ്ടോ? ഇത്രയും നേരം കുറേ ആൾക്കാർ. ഇതൊന്നും അല്ല ഒക്ടോബർ ഫെസ്റ്റിൻ്റെ ഭയങ്കര ഡബിൾ ക്യൂ കാണും. എന്നാലും അങ്ങനെ അതാണ്. ഈ ഗെയിം കളിക്കാൻ വേണ്ടി അഗെയിൻ നമ്മുടെ ആൽബിൻ ചിഞ്ചു കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഗെയിം കളിച്ചിട്ട് എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ വന്ന് ഹിറ്റ് ചെയ്തു. എൻ്റെ സ്പെക്സൊക്കെ തെറിച്ച് പുറത്തോട്ട് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാനതിൽ കയറിയില്ല. എന്തായാലും അവർ മ്യൂണിക്കിൽ വന്നിട്ട് അടിച്ചു പൊളിച്ചു. അവരിങ്ങനെ കറങ്ങുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അടുത്ത വർഷം ഒരു ഗ്യാപ്പായല്ലോ ഈ വർഷം, ഇനി അടുത്ത വർഷം ഇതിലൊക്കെ കയറണം. പിന്നെ ഈ കാണുന്നൊരു സ്ലൈഡുണ്ട്. ഇത് നല്ല രസമാണ്. ഇത് മ്യൂണിക്കിൻ്റെ ഒഫീഷ്യൽ പേജിലൊക്കെ ആ സ്ലൈഡൊക്കെ ഭയങ്കര കാര്യമായിട്ട് കാണിക്കാറുണ്ട്. പിന്നെ ഇതും വേറൊരു ബിയറ്റിൻ്റെ ആണ്. അതിൻ്റെ മുന്നിലും ആൾക്കാർ അത്യാവശ്യം ക്യൂ നിൽക്കുന്നുണ്ട് കയറാൻ വേണ്ടി. ഹാക്കർ ഷോർ എന്ന് പറയുന്ന ബിയർ. ഈ ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ടെഡീസ് ഇങ്ങനെ തൂക്കി ഒരുമാതിരി ഒരു നല്ല ബ്ലൂ റെഡ് കളറിൽ എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ അടിയിലും എന്താ നമുക്ക് ക്യാൻസൊക്കെ എറിഞ്ഞ് വീഴിക്കാം, അങ്ങനെയുള്ളൊരു ഷോപ്പാണ് അത്. ഇനി ഞാൻ മൊത്തത്തിൽ എല്ലാത്തിലും ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. നിങ്ങൾ കുറച്ചൊക്കെ റിയൽ ഓഡിയോ ഒക്കെ ഒന്ന് കേൾക്കുക കേട്ടോ. ഫ്രൂലിങ്സ് ഫെസ്റ്റ് മ്യൂസിക്കിൽ നടക്കുമ്പം അവിടെയുള്ള ഒരു ഒച്ചയും ബഹളമൊക്കെ നിങ്ങളൊന്ന് കേട്ടിട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. തിരിച്ച് പോകുന്ന വഴിക്ക് നടക്കുമ്പോൾ എന്താ ഈ പൊട്ടറ്റോ ഇതിനെ പറയണത് എനിക്കറിയില്ല, ഈ സാധനം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിലും ഇത് വരാറുണ്ട്, വരുമ്പോൾ ഒക്കെ ഞാൻ വാങ്ങി തിന്നും. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അത്യാവശ്യം ഒരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ താങ്ക് യു ഫോർ യുവർ ഹിയർ ആൻഡ് ബസൂക്ക് എന്ന് കിടിച്ചിന് താങ്ക് യു ഫോർ യുവർ വിസിറ്റ് എന്ന്. ഫ്രൂലിങ്സ് ഫെസ്റ്റ് നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നമ്മൾ യൂഷ്വലി വരുന്ന അതേ വൈബ്, പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് ഒരു നല്ല വെതറുള്ള സമയത്ത് ഫ്രൂലിങ്സ് ഫെസ്റ്റ് വരാൻ പറ്റിയത്. ഇപ്പോൾ ഇച്ചിരി മഴക്കാറ് വരുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് നൈസ്. അപ്പോൾ കാർ പാർക്ക് ചെയ്തെടുത്ത് കയറി പോവുകയാണ് ഞങ്ങൾ. അപ്പം ഇതാ അവിടെയാണ് ഫ്രൂലിങ്സ് ഫെസ്റ്റ് നടക്കുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. സ്പ്രിംഗ് ആയതുകൊണ്ട് നല്ല ഗ്രീനൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഫ്രൂലിങ്സ് ഫെസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ന് എനിക്കൊരു കമ്പനി ഉണ്ട് അല്ലേ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ ബൈ പറ. ഇതാ ഇവളുടെ കഴുത്തിൽ ഇഷ്ലി ഡിഷൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും ബൈ ബൈ.